പ്രിയ സംഗീത പ്രേമികളെ, ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സംഗീത മത്സരമായ എയ്മ വോയിസ് ഇന്ന് മലയാളികളായ സംഗീത പ്രേമികൾക്ക് ഏറെ പ്രചോദനമായ മത്സരവേദിയായി മാറിയിരിക്കുന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ നടത്തുന്ന ഈ സംഗീത മത്സരം നമ്മുടെ മലയാളികളുടെ സംഗീതത്തിലുള്ള പ്രാവീണ്യം രാജ്യമെമ്പാടും എത്തിക്കുവാൻ ആഗ്രഹിച്ച ഒരു വലിയ സ്വപ്നത്തിൻ്റെ ഭാഗമാണ്. എയ്മ നാഷണൽ പ്രസിഡന്റ് ദീർഘദർശിയായ ശ്രീ ഗോപാലൻ സാറിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് രാജ്യത്തുടനീളമുള്ള മലയാളി സംഗീത പ്രതിഭകളെ കണ്ടെത്തുകയും അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ നമ്മുടെ ഐക്യവും സംസ്കാരവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ തുടക്കമിട്ട ഒന്നാണ് എയ്മ വോയിസ്. കഴിഞ്ഞ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്രാവശ്യം എയ്മ വോയിസ് 2025 കൂടുതൽ വിപുലമായി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അതിലെ വിജയികളെ ഉൾപ്പെടുത്തി 4 സോണുകളായി, അതായത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്നീ സോണുകളായി മത്സരങ്ങൾ നടത്തി വരികയാണ്. ഇന്നിവിടെ നടക്കുവാൻ പോകുന്നത് നോർത്ത് സോൺ മത്സരമാണ്. ഓരോ സോണിൽ നിന്നും ജയിക്കുന്നവരാണ് നാഷണൽ ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിക്കുവാൻ പോകുന്നത്. ഓരോ സംസ്ഥാനത്തെയും പ്രതിഭകളുടെ മികച്ച പ്രകടനവും സംസ്ഥാന യൂണിറ്റുകളുടെ ശക്തമായ സാന്നിധ്യവും സഹകരണമാണ് ഇതിൻ്റെ മുഖ്യ ആകർഷണം. നമ്മുടെ ഈ പരിപാടിക്ക് യൂത്ത് വിങ്ങും വനിതാ വിങ്ങും നടത്തിയ വലിയ പിന്തുണയും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഇന്നത്തെ പരിപാടി 5 സംസ്ഥാനങ്ങളെ ഒരുമിച്ച് ചേർത്തുള്ള എയ്മ വോയിസ് 2025 നോർത്ത് സോൺ കോമ്പറ്റീഷൻ ഈ സംഗീത യാത്രയിലെ എയ്മ ഡൽഹിയുടെ മറ്റൊരു നാഴികക്കല്ലാണ്. ഏറെ ആവേശത്തോടും മികച്ച തയ്യാറെടുപ്പോടും കൂടി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഡൽഹി, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളുടെ വിജയികളാണ് ഇന്നിവിടെ മാറ്റുരയ്ക്കുന്നത്. ഇന്നിവിടെ പ്രസക്തരായ 2 സംഗീതജ്ഞർ വിധികർത്താക്കളായി എത്തുന്നതോടെ മത്സരത്തിന് കൂടുതൽ ഭംഗിയും ഗൗരവമേറുന്നു. ആ പേരുകൾ ഇനിയും വെളിപ്പെടുത്താനുള്ള സമയം ആയിട്ടില്ല, പക്ഷേ പരിപാടിക്ക് മുമ്പേ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. എയ്മ വോയിസ് 2025 ഒരു മത്സരം മാത്രമല്ല, ഇത് സംഗീതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒത്തുചേരലാണ്, ഒരു മഹോത്സവമാണ്. ഇന്ന് നോർത്ത് സോൺ വേദിയിൽ സംഗീതത്തിൻ്റെ തിരിതെളിയുമ്പോൾ എയ്മ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സംഗീതം സ്നേഹമാണ്, അത് ഹൃദയങ്ങളെ ഒരുമിപ്പിക്കുന്നതാണ്. മത്സര പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി നിർവഹിക്കുന്നതിനായി നമ്മുടെ മുഖ്യ അതിഥിയെയും മറ്റ് അതിഥികളെയും എയ്മ ഭാരവാഹികളെയും വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദ്യമായി നമ്മുടെ മുഖ്യാതിഥി കേരള സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി ബഹുമാന്യനായ പ്രൊഫസർ KV തോമസ് സാറിനെ ഒത്തിരി ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തെ അനുഗമിക്കുന്നു എയ്മ നാഷണൽ പ്രസിഡന്റ് ശ്രീ ബാബു പണിക്കർ സാറും എയ്മ നാഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ് സാറും. ബാബു പണിക്കർ സാർ നാഷണൽ ചെയർമാൻ, അദ്ദേഹവും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി എയ്മ KR മനോജ് സാറും അദ്ദേഹത്തെ അനുഭവിക്കുന്നു. മറ്റ് അതിഥികളെ കൂടെ ഈ ചടങ്ങിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ, ഇതിൽ പങ്കാളികളാകാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. ശ്രീ PN ശ്രീകുമാർ, പാട്രൺ ആൻഡ് ചെയർമാൻ എയ്മ വോയിസ് 2025, ശ്രീ ജെയ്സൺ ജോസഫ്, എയ്മ നാഷണൽ വൈസ് പ്രസിഡന്റ്, ശ്രീ ജയരാജ് നായർ, എയ്മ നാഷണൽ അഡീഷണൽ ജനറൽ സെക്രട്ടറി, ശ്രീ അജികുമാർ മേഡയിൽ, പ്രസിഡന്റ് എയ്മ ഡൽഹി, ശ്രീ K രഘുനാഥ്, പ്രസിഡന്റ് ഡൽഹി മലയാളി അസോസിയേഷൻ, ശ്രീ മാനുവൽ മെഡ്കനാൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പത്നി ഡോക്ടർ ഡെലോണി മാനുവൽ, രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി പ്രശോഭ രാജൻ, എയ്മ നാഷണൽ ജോയിന്റ് ട്രഷറർ, ശ്രീമതി ദീപ്തി നായർ, വൈസ് ചെയർപേഴ്സൺ എയ്മ നാഷണൽ വിമൻസ് വിംഗ്, ശ്രീ സുരേഷ് കുമാർ നായർ, പ്രസിഡന്റ് എയ്മ ഉത്തർപ്രദേശ്, ശ്രീ മോഹൻ K നായർ, പ്രസിഡന്റ് എയ്മ ഹരിയാന, ശ്രീ ജയകുമാർ, സെക്രട്ടറി എയ്മ ഡൽഹി ആൻഡ് കോർഡിനേറ്റർ ഓഫ് എയ്മ വോയിസ് 2025 നോർത്തേൺ സ്റ്റേറ്റ്, ശ്രീ P രവീന്ദ്രൻ, ട്രഷറർ എയ്മ ഡൽഹി, ശ്രീ ഫിലിപ്പോസ് ദാനിയൽ, ട്രഷറർ എയ്മ രാജസ്ഥാൻ, ശ്രീ P രാംദാസ്, കൺവീനർ എയ്മ വോയിസ് ഉത്തർപ്രദേശ്, അനൂപ് ഗോപിനാഥ്, കൺവീനർ എയ്മ വോയിസ് രാജസ്ഥാൻ, ശ്രീ KT മകാശയൻ, സെക്രട്ടറി എയ്മ UP. എയ്മ
വോയിസ് 2025 നോർത്ത് സോൺ കോമ്പറ്റീഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തി നിർവഹിക്കാനായി ബഹുമാനീയനായ പ്രൊഫസർ KV തോമസ് സാറിനോടും അതുപോലെ മറ്റ് അതിഥികളോടും ആദരപൂർവ്വം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി കുമാരി ശ്രേയ S. നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു നിന്നെ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു നിന്നെ. കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു നിന്നെ. ലോകാസമസ്ത സുഖിനോ ഭവന്തു, ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. വിജ്ഞാനദീപം നിറകതിർ ചൂടാൻ നേരിൻ്റെ പാത തെളിക്കേണമെന്നും. വിറയാർന്ന കൈകൾ ചലിക്കുന്ന നേരം ഞങ്ങൾ തൻ കരളിൻ്റെ കൈകുമ്പിൽ നീട്ടി ചൊരിയുക നാഥ നിൻ സ്നേഹധാര. കാരുണ്യ സിന്ധോ നമിക്കുന്നു നിന്നെ. കാരുണ്യ സിന്ധോ നമിക്കുന്നു നിന്നെ. കാരുണ്യ സിന്ധോ നമിക്കുന്നു നിന്നെ. താങ്ക് യു ശ്രേയ. സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ അജികുമാർ മേടെ പ്രസിഡന്റ് എം ഡൽഹി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എയ്മ വോയിസിൻ്റെ 3-ാമത്തെ എപ്പിസോഡിൻ്റെ സോണൽ മത്സരമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി എത്തിയ നമ്മുടെ മുഖ്യാതിഥി കേരള സർക്കാരിൻ്റെ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ശ്രീ KV തോമസ് അവരുടെ എയ്മ വോയിസിൻ്റെ പേരിലും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ എൻ്റെ കമ്മിറ്റിയുടെ പേരിലും ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ നാഷണൽ ചെയർമാൻ ശ്രീ ബാബു പണിക്കർ അവരുടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും എയ്മ വോയിസ് 2025 പേരിൽ ഞാൻ ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നു. എയ്മയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും എയ്മ വോയിസ് 2025 പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഡൽഹി മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും എയ്മ ഡൽഹിയുടെ ആജീവനാന്ത അംഗവുമായ ശ്രീ K. രഘുനാഥ് അവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സസ്നേഹം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ സ്പോൺസറായ മാനുവൽ മലബാറിൻ്റെ ഡയറക്ടേഴ്സ് ശ്രീമതി ഡെലോണി മാനുവൽ ആൻഡ് ശ്രീ ഇമാനുവൽ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. രണ്ടുപേരെയും ഈ വേദിയിലേക്ക് വളരെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഡൽഹി, ഹരിയാന, UP, രാജസ്ഥാൻ എന്നീ എയ്മയുടെ സംസ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള എല്ലാ ഓഫീസ് ബേയേഴ്സ്, പ്രത്യേകിച്ച് നടക്കുന്ന ഡൽഹി സംസ്ഥാനത്തിൻ്റെ അണ്ടറിലാണ്. ഇപ്പോൾ ഡൽഹിയുടെ സെക്രട്ടറി ശ്രീ ജയകുമാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിനുവേണ്ടി ഓടിനടക്കുന്നു. എയ്മ വോയിസിൻ്റെ കോർഡിനേറ്ററും അദ്ദേഹമാണ്. ഞാൻ ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
അതുപോലെ തന്നെ എയ്മ ഡൽഹിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ എന്നിവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ അധിക സമയം എടുക്കുന്നില്ല, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉടനീളം നിങ്ങൾ ശ്രദ്ധിച്ച് നല്ലൊരു സംഗീത സദസ്സാണ് നടക്കാൻ പോകുന്നത്. അത് ആദ്യ അവസാനം വീക്ഷിച്ച് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും പ്രോത്സാഹനം നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ അജികുമാർ. ആശംസാ പ്രസംഗത്തിനായി എയ്മ നാഷണൽ ചെയർമാൻ ശ്രീ ബാബു പണിക്കർ സാറിനെ ക്ഷണിച്ചോളുന്നു. ആദരണീയനായ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ.വി. തോമസ് സാർ, അദ്ദേഹത്തിന് സമയമില്ല. ഇന്നലെ രാത്രി ഇന്ന് രാവിലെ പുലർച്ചെ 2:30 മണിക്കാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ഫരീദാബാദ് ഒരു പ്രോഗ്രാമുണ്ട്. എന്തായാലും ഈ തിരക്ക് പിടിച്ച് ഇതിനിടയ്ക്കും വരാൻ സമ്മതിച്ച അദ്ദേഹത്തിനോടുള്ള കൃതജ്ഞമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം അദ്ദേഹത്തിന് പോകേണ്ടതുകൊണ്ട് നമ്മളൊരു നീണ്ട പ്രഭാഷണമൊന്നും മുതിരുന്നില്ല. എന്തായാലും നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമാണ്. പ്രവാസികളെന്ന് പറയുമ്പോൾ നമ്മൾ കേരളം വിട്ട് കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന നമ്മുടെ കലകളെയും നമ്മുടെ സംസ്കാരത്തെയും ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് NCR മേഖലയിലുള്ള മലയാളികളാണ്. അത് നോർത്തേൺ റീജിയൻ എന്ന് ഇപ്പോൾ പറയുമ്പോൾ NRCയിലുള്ള ഡൽഹി ആണെങ്കിലും ഹരിയാന ആണെങ്കിലും രാജസ്ഥാൻ, പഞ്ചാബ്, UP ഈ 5 സംസ്ഥാനങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മലയാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഭാഗമാക്കുകയാണ്. കാരണം നമ്മൾ കേരളത്തിന് പുറത്ത് വന്നു കഴിയുമ്പം നമ്മൾ കുറച്ചുകൂടെയൊക്കെ വിനയത്തോടൊക്കെയാണ് ജീവിക്കുന്നത്. വിനയത്തോടെ ജീവിക്കാൻ കാരണം ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടെ നമ്മൾ പ്രതിബന്ധങ്ങളും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നത് നമ്മൾ വലിയ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായപ്പോൾ പുൽക്കൊടികളാണ് താന്നു കിടക്കും. വൻ വൃക്ഷങ്ങൾ പോലും കടപുഴകി വീഴും, വൻ മലകൾ ഇടിഞ്ഞു വീഴും. പക്ഷേ പുൽക്കൊടി താന്നു കിടക്കത്തേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടാം ഉയർത്തെഴുന്നേക്കും. നമ്മളൊക്കെ അങ്ങനെ താന്നു കിടക്കാനും വളരെ വിനയത്തോടെ ജീവിക്കാനും അറിയുന്നതുകൊണ്ടാണ് മലയാളികൾ കേരളത്തിന് പുറത്ത് വളരെ നല്ല രീതിയിൽ വളരാൻ സാധിക്കുന്നത്, ആൾക്കാരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ സാധിക്കുന്നത്. ഇന്നലെ കേരളപ്പിറവിയായിരുന്നു. നമ്മളെല്ലാവരും വളരെ ഭാഷാദിനമായിട്ടും കേരളപ്പിറവി ദിനമായിട്ടും വളരെ വലിയ രീതിയിൽ ആഘോഷിച്ചു. ഈ കലാകാരന്മാരോട് എനിക്ക് പറയേണ്ടത്, വളരെ വിനയത്തോടു കൂടിയായിരിക്കണം കലയെ സമീപിക്കേണ്ടത്. നമ്മൾ പൂ വിടരുന്ന പോലെ വേണം സർഗവാസന വളരാനായിട്ട്. പൂക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൈകൂപ്പി നിൽക്കുകയാണ് മൊട്ടുകൾ സൂര്യനോട്. കൈകൂപ്പി നിന്നാൽ മാത്രമേ വിടരാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ആ കൈകൂപ്പി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ കല വളരെ നല്ല രീതിയിൽ വിടർന്നു വലുതാകാൻ സാധിക്കത്തുള്ളൂ. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഓരോ കലാകാരൻ്റെ കയ്യിൽ നിന്നും ഉണ്ടാകണം. കല എന്ത് അഭ്യസിച്ചാലും ഞാനതിൽ പരിപൂർണനാണെന്ന് ഒരാൾക്ക് പോലും അവകാശപ്പെടാൻ സാധിക്കത്തില്ല. എത്രയോ കാലം കഴിഞ്ഞാൽ പോലും യേശുദാസിനോട് ഇന്ന് ചോദിച്ചാലും പറയും ഞാനൊരു വിദ്യാർത്ഥിയാന്ന് പറയും സംഗീതത്തിൽ. ആ സംഗീതത്തെ സമീപിക്കുമ്പോൾ ആ രീതിയിൽ ഏത് രീതിയിൽ ഉച്ചസ്ഥായിലെത്തിയാലും ഞാൻ ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കണം. അനന്തമായ ആ കലയെ കാണുമ്പോഴത്തേക്കും അതിൻ്റെ കരയിൽ നിന്ന് പകച്ചു നോക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഇനി ആ അനന്തതയിലൂടെ നമുക്ക് ഒരു പടി പോലും ഇറങ്ങാൻ സാധിച്ചിട്ടില്ലെന്ന് തിരിച്ചറിയുമ്പോഴാണ് അവൻ വലുതാകാൻ സാധിക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകട്ടെ. ഇവിടെ വന്ന് ഈ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഉന്നതമായ നിലയിലെത്തട്ടെ. അവരുടെ പൂർണ്ണമായ ശോഭനമായ ഭാവി അവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിന്നു. നന്ദി, ജയ് ഹിന്ദ്. താങ്ക് യു സർ. ആശംസാ പ്രസംഗത്തിനായി എയ്മ നാഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ് സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. കേരള ഹൗസ് കൺട്രോളർ ശ്രീ ഹരികുമാർ സാറ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദരണീയ നമ്മുടെ ബഹുമാനപ്പെട്ട KV തോമസ് സാർ, എയ്മയുടെ നാഷണൽ ചെയർമാൻ ബാബു പണിക്കർ, DMAയുടെ പ്രസിഡന്റ് നമ്മുടെ രഘുനാഥ്ജി, മാനുവൽ മനുക്കഴാൽ, അതുപോലെ നമ്മുടെ എയ്മയെ സ്നേഹിക്കുന്ന എല്ലാ വ്യക്തികളും പല സംസ്ഥാനങ്ങളും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഡൽഹി, UP എന്ന് എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ എയ്മ സീസൺ 2 ആരംഭിക്കാൻ നമ്മൾ ശ്രീമാർജി നേതൃത്വം ഏറ്റെടുക്കുകയും എല്ലാ സംസ്ഥാനങ്ങളും അതേ ഒരു ലക്ഷ്യത്തോടു കൂടി അതൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൻ വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളും ഇതിനെ ഉത്സാഹത്തോടുകൂടി പങ്കെടുക്കുകയുണ്ടായി. ഇന്ന് ഇവിടെ
എത്തിച്ചേർന്നതിൻ്റെ മത്സരാർത്ഥികൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സർ. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാന്യനായ പ്രൊഫസർ KV തോമസ് സാറിനെ ഒത്തിരി ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മലയാളികൾ എന്നും കുടിയേറ്റക്കാരാണ്, പ്രവാസികളാണ്. കുടിയേറ്റമെന്ന് പറയുമ്പോൾ ജനിച്ച വീണ മണ്ണിൽ നിന്നും പുതിയൊരു ജീവിതം തേടിയുള്ള യാത്രയാണ്. ഞാൻ 1970 ഡൽഹിയിൽ വരുന്നത്. അന്ന് വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്നും കൽക്കരി തീവണ്ടിയിൽ കയറി മദ്രാസ് വഴി ഡൽഹിയിലെത്താൻ 5 ദിവസം എടുക്കും. അന്നും ഇവിടെ ധാരാളം മലയാളികളുണ്ട്, പ്രത്യേകിച്ച് നഴ്സുമാർ. കേരള നഴ്സുമാർക്ക് വലിയ അംഗീകാരമാണുള്ളത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം എവിടെയാണെങ്കിലും തൻ്റെ സംസ്കാരവും പാരമ്പര്യവും കാത്തുരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആ പ്രദേശവുമായി ഇണങ്ങിച്ചേരുകയാണ്. ഡൽഹിയിൽ വന്നാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഹിന്ദി പഠിച്ചെടുക്കും. കേരളത്തിലാണെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആരെയും അവരുടെ ഭാഷയിൽ സ്വീകരിക്കാൻ നമ്മുടെ മലയാളികൾക്ക് കഴിയും. കൊച്ചി എയർപോർട്ടിൽ വരുന്ന വിദേശികളെ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന വിദേശികളെ അവരുടെ ഭാഷയിലാണ് നമ്മുടെ ടാക്സി ഡ്രൈവർമാരും മറ്റുള്ളവരും സ്വീകരിക്കുന്നത്. ഇത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. ഇന്ന് ഈമയുടെ നേതൃത്വത്തിൽ ഫ്ലവേഴ്സിൻ്റെ സഹകരണത്തോടുകൂടി മലയാളിയുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന സംഗീത ലോകത്തിലേക്കാണ് നാം കടന്നു പോകുന്നത്. ഇതിന് മുൻകൈയെടുത്ത എല്ലാവരെയും, പ്രത്യേകിച്ച് ഗോകുലം ഗോപാലൻ, ബാബു പണിക്കർ തുടങ്ങിയ എല്ലാവരെയും, ഇതിനെ സഹായിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ സംഗീത മേള വിജയകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ്. സാറിൻ്റെ വിലപ്പെട്ട സമയം ഇവിടെ വന്ന് ഈ പരിപാടി ധന്യമാക്കിയതിൽ സാറിന് ഒരു ആദരവും സാറിനൊരു മൊമെൻറ്റും നൽകാനായിട്ട് ബാബു പണിക്കർ സാറേയും മനോജ് സാറിനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പൊന്നാട അണിയിക്കുന്നു ശ്രീ ബാബു പണിക്കർ സാർ. മൊമെൻറ്റോ നൽകുന്നു ശ്രീ KR മനോജ് സാർ. അടുത്തതായിട്ട് നമ്മുടെ ഈ പരിപാടിയുടെ മെയിൻ സ്പോൺസറായ ശ്രീ മാനുവൽ മലബാറിൻ്റെ CMD ശ്രീ മാനുവൽ ജിയും അദ്ദേഹത്തിൻ്റെ പത്നി ഡോക്ടർ ഡെലോനി വാഴയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മൊമെൻറ്റോ നൽകുന്നു ശ്രീ ജയരാജ് നായർ, എയ്മ നാഷണൽ അഡീഷണൽ ജനറൽ സെക്രട്ടറി, ആൻഡ് ശ്രീ അജികുമാർ മേഡൽ, പ്രസിഡന്റ്, എയ്മ ഡൽഹി. നമ്മുടെ സംഗീത മത്സരത്തിന് മുൻപായിട്ട് ഒരു ഇൻവൊക്കേഷൻ ഡാൻസ് അവതരിപ്പിക്കുന്നത് എയ്മയുടെ അംഗസംഘടന LIM കൾച്ചർ ഗ്രൂപ്പ് ആൻഡ് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന സ്നേഹ ഷാജിയും സംഘവും. സിനിമയുടെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് ചാലിച്ച പ്രതിഭ ശ്രീകുമാരൻ തമ്പി. മലയാള ഭാഷയുടെ തനിമയും സൗന്ദര്യവും ഒരിറ്റുപോലും ചോർന്നു പോകാതെ ഗൃഹാതുരതയുടെയും ഗ്രാമീണതയുടെയും വശ്യതയിൽ ചാലിച്ച എത്രയെത്ര പാട്ടുകൾ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ്. MK അർജുനൻ പകർന്നു നൽകിയ
സൗഹൃദത്തിന്റെ ഇഴയടുപ്പമുള്ള ഈണങ്ങളിൽ പിറവിയെടുത്തു. തിരക്കഥാരചനയിലും സംവിധാനത്തിലും ചലച്ചിത്ര നിർമ്മാണത്തിലും ശ്രീകുമാരൻ തമ്പി ചാർത്തിയത് പകരം വയ്ക്കാനാവാത്ത പ്രതിഭാസാഫല്യം. ശ്രീകുമാരൻ തമ്പി സാറിന് സ്നേഹാദരവ് അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരുപിടി മനോഹര ഗാനങ്ങൾക്ക് നൃത്ത ചുവടുകളുമായി കുമാരി സ്നേഹ ഷാജിയും സംഘവും. കേരളം കേരളം കേളി കൊട്ടുണരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമിൻ കേരളം. കേരളം കേരളം കേളി കൊട്ടുണരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമിൻ കേരളം. കുടമാളൂർ സൈരന്ധ്രിയായി മാങ്കുളം ബൃഹന്തളയായി ഹരിപ്പാട്ടു രാമകൃഷ്ണൻ വലലനായി ദുര്യോധന വേഷമിട്ടു ഗുരു ചെങ്ങന്നൂരു വന്നു വാരണാസി തൻ ചെണ്ടയുണർന്നുയർന്നു. ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. പൂമാലക്കാവിലെ പൂരവിളക്കുകൾ നിൻ പൂമുഖം കണ്ടു കൊതിച്ചു. പൊന്നെഴുത്താൻ ചേലയുടെ ഞൊറികളിൽ മുഖം ചായ്ച്ച്, പൊന്നെഴുത്താൻ ചേലയുടെ ഞൊറികളിൽ മുഖം ചായ്ച്ച് തെന്നലെന്റെ നെഞ്ചം തകർത്തു. വീണ്ടും തെന്നലെന്റെ നെഞ്ചം തകർത്തു. കൂത്തമ്പലത്തിൽ വച്ചോ കുറുമൊഴിക്കുന്നിൽ വച്ചു കുപ്പിവള ചിരിച്ചുടഞ്ഞു. പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു. കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം അറിയും നീ ഗോപുരവാതിൽ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമാം ദേവനും അനുരാഗിയാം അമ്പലപ്രാവേ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ. വെള്ളിമണി കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി, നീ വരുമ്പോൾ കള്ളിയവൾ കളി പറഞ്ഞോ,
കാമുകന്റെ കഥ പറഞ്ഞു. നീലാഞ്ജനപ്പുഴയിൽ നീരാടി നിന്ന നേരം നീ നൽകും കുളിരലയിൽ പൂവേനി പൂത്ത നേരം. നീലാഞ്ജനപ്പുഴയിൽ നീരാടി നിന്ന നേരം നീ നൽകും കുളിരലയിൽ പൂവേനി പൂത്ത നേരം. എൻ നെഞ്ചിൽ ചാഞ്ഞിടുവാൻ തളിർന്നത നിന്നുലഞ്ഞു എൻ രാഗമുദ്ര ചൂടും. ചെഞ്ചുണ്ടു വിതുമ്പി നിന്നോ കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ. കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ. വേലക്കുളത്തിൻ വെള്ളിക്കൽപ്പടവിൽ കാൽത്തളകൾ കൈവളകൾ കിലുങ്ങിയല്ലോ. അമ്പിളി പൊന്മുഖം പൂത്തു വിടർന്നപ്പോ അമ്പിളി പൊന്മുഖം പൂത്തു വിടർന്നപ്പോൾ ആയിരം ദീപമതിൽ പ്രതിഫലിച്ചു. ആറാട്ടിനാനകളെഴുന്നെള്ളി ആഹ്ലാദ സമുദ്രം തീരതല്ലി. ആറാട്ടിനാനകളെഴുന്നെള്ളി. താങ്ക് യു സ്നേഹ ഷാജി. മധുരമൂറുന്ന മലയാള ഗാനങ്ങൾക്ക് നൃത്തത്തിൻ്റെ പരിവേഷം ചാർത്തിയ സ്നേഹ ഷാജി നമ്മളുടെ എയ്മ ഡൽഹിയുടെ യൂത്ത് വിങ് കൺവീനർ കൂടിയാണ്. ഈ നൃത്തം നമുക്കായി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ച സ്നേഹ ഷാജിക്കും ടീമിനും എയ്മ ഡൽഹിയുടെ ചെറിയൊരു ഉപഹാരം. താങ്ക് യു ജയകുമാർ ജി.